മണി, നീ പറഞ്ഞ റോഡിലാണ് ഞാനിപ്പോൾ. സംഭവിച്ച എല്ലാ തെറ്റിനും ഞാനാ കാരണം. ഞാൻ തന്നെ എല്ലാം നേരെ ആയിക്കോളാം. നിനക്ക് ഞാൻ LIC ജോലി വാങ്ങിത്തരാം. നിന്റെ വൈഫിനോട് ഞാൻ സംസാരിച്ചോളാം. നിന്റെ ലൈഫിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരാം. നീ ജീവനോട് ഇരുന്നിട്ട് വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ? എന്താ പറയുന്നത്? ഹലോ ഹലോ നീ തെറ്റ് ചെയ്തു. നീ ഫീൽ ചെയ്യേണ്ടി വരും. അതെ അതെ, ഫീൽ ചെയ്യും. അതിലൊരു മാറ്റമില്ല. Turn up the radio, blast the stereo. Turn up the radio, blast the stereo. Confusion, speed, നമുക്ക് meditation, ഇന്നും കാണും vibration, life in venom revolution. Let's go, fast the popo. Traffic ഉണ്ടിൽ എന്താ red signal വീണാൽ എന്താ, just break the rule, nana just break the rule. Na 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 na. എന്താ മിസ്റ്റർ ശേഷാദ്രി, ഇന്നെങ്കിലും നിങ്ങളുടെ ക്ലയന്റ് വരുമോ? സോറി യുവർ ഓണർ, അവർക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. പ്രോബ്ലമോ? നിങ്ങളുടെ കേസ് എടുത്തതുകൊണ്ട് ഞങ്ങൾക്കാ ഇപ്പൊ പ്രോബ്ലം. ഓരോ പ്രാവശ്യവും എന്തെങ്കിലും ഒരു കാരണം പറയുന്നുണ്ടല്ലോ. ഇന്നെന്താ പറയാൻ പോകുന്നത്? ആക്ച്വലി അവരുടെ വണ്ടി ആക്സിഡന്റ് ആയി. ഓഹോ, ഇതൊരു പുതിയ കാരണമാണല്ലോ. സോറി ഫോർ ബീങ് ലേറ്റ് യുവർ ഓണർ. ശരിക്കും ആക്സിഡന്റ് ആയതാണ്. ഐ വാസ് ഓൾമോസ്റ്റ് കിൽഡ് യുവർ ഓണർ.
വിൽപത്രം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, മിസ്റ്റർ വിക്രമൻ പിള്ളയ്ക്ക് അനുകൂലമായി ഞാൻ വിധി പ്രസ്താവിക്കാം. നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥ വിൽപത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫർദറായിട്ട് അപ്പീൽ ചെയ്തോളൂ. പ്ലീസ് യുവർ ഓണർ, അവസാനമായിട്ട് എനിക്ക് ഒരു ചാൻസ് തരണം. വിൽപത്രം ഞാൻ കൊണ്ടുവരാം. മുഖ്യമായിട്ടുള്ളത് നിങ്ങൾ കൊണ്ടുവരരുത്. എക്സ്ക്യൂസ് മാത്രം ചോദിച്ചോളൂ. അതല്ല യുവർ ഓണർ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരാം. നാളെ രാവിലെ 11:30 വിൽപത്രം കോർട്ടിൽ സബ്മിറ്റ് ചെയ്യൂ. ഇതാണ് ലാസ്റ്റ് ചാൻസ്. നാളെ ജഡ്ജ്മെന്റ് പറയാം. കോർട്ട് ഈസ് അഡ്ജേർൺഡ്. എക്സ്ക്യൂസ് മീ, ഒന്ന് മാറി നിൽക്കേ. സർ, നിങ്ങളുടെ അച്ഛന്റെ സമ്പത്ത് കമ്പനി നോക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെന്നും അച്ഛന്റെ പേര് ഇല്ലാതാക്കുമെന്ന് മിസ്റ്റർ വിക്രമപിള്ള പറയുന്നു. നിങ്ങൾ ചെയ്തത് പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് നിങ്ങൾക്ക് അർഹതയുണ്ടോ സർ? എനിക്ക് അർഹതയില്ലെന്ന് പറയാൻ അങ്ങേരാണ്. എന്റെ അച്ഛന്റെ സ്വത്തിന് ഒരേ ഒരു അവകാശം ഞാനാണ്. എന്റെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നപ്പോ ചതിയിലൂടെ സ്വത്തെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അയാളാണ് പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അയാളോട് ചോദിക്കാം. നൗ ഗെറ്റ് ലോസ്റ്റ്. നീ ഇവിടെ എന്തെടുക്ക? കണ്ടിട്ട് എന്തോ ഒന്നു തുണിയും സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചോണ്ടിരിക്കുക. അത് മനസ്സിലായി. എന്തിനാന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. അപ്പൊ ഇതാരുടെ വീടാ? ഇത് നിങ്ങളുടെ വീട്. എടി, നീ അതിനെന്തിനെ തരംതിരിച്ച് പറയുന്നത്? ഇനി തരം തിരിച്ചേ പറ്റൂ. നീ എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഇനി എന്ന് മനസ്സിലാവും? എന്ന് മനസ്സിലാക്കാനാ? എടി, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എല്ലാത്തിനും കാരണം അവനാ. അവന് നിങ്ങളും തമ്മിൽ എന്താ പ്രശ്നം? അത് ഒരു പോളിസിയുടെ കാര്യത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടായി. നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ എന്നോട് വാ തുറന്ന് സത്യം പറഞ്ഞിട്ടുണ്ടോ? അതടി എന്റെ പണി ടാക്സ് ഓടിക്കില്ല. അതിനിപ്പോ എന്താ വേണ്ടേ? അതെന്തുകൊണ്ട് മുമ്പേ പറഞ്ഞില്ല? പറഞ്ഞാ നിനക്ക് വിഷമാവെന്ന് കരുതിട്ടാ. എല്ലാം വരുത്തി വെച്ചിട്ട് ഇപ്പോൾ പാവത്തെ പോലെ സംസാരിക്കേ. നീ എന്താടി എന്നൊന്നും മനസ്സിലാക്കാത്തേ? മിണ്ടി പോവരുത്. എന്റെ ഭർത്താവിനെ പറ്റി മറ്റുള്ളവരെക്കാൾ അധികം ഞാൻ മനസ്സിലാക്കിയെന്നാ കരുതിയിരുന്നത്. ആ മനുഷ്യന്റെ മുന്നിൽ വെച്ച് എന്റെ തല കുനിപ്പിച്ചില്ലേ നിങ്ങള്? എടി, ഞാൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാം നിന്നോട് പറയാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. അതിനിടയ്ക്ക് അവൻ ഇങ്ങോട്ട് കയറുന്നത് എന്റെ കുഴപ്പമാണോ? അതുകൊണ്ടായിരിക്കും പോലീസിനെ വിട്ട് ചോടിയത്. നിങ്ങൾക്ക് നാണമില്ലേ? ലക്ഷ്മി, ലവ് യു. ഈ കാണിക്കുന്നതിൽ ഒരു കാര്യമില്ല. നിങ്ങൾ ശരിക്കും എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എന്നോട് കള്ളം പറയില്ലായിരുന്നു, എന്നെ അടിക്കുകയും ചെയ്യില്ലായിരുന്നു. അതിന് ഞാനെപ്പോഴും നിന്നെ അടിച്ചേ. ഓ, ഈ ചെയ്തു കൂട്ടിയൊന്നും പോരല്ലേ, ഇനി അടിക്കാൻ കൂടി ചെയ്യണോ? എനിക്ക് മതിയായി. എന്റെ ജീവിതം ഈ രീതിയിലാക്കില്ലേ? എന്റെ കുഞ്ഞിനെ ഓർത്താ ഞാൻ ഇത്രയും നാളും ക്ഷമിച്ച്. എന്റെ വീട്ടിലേക്ക് ഞാൻ പോവാ. ലക്ഷ്മി, എന്തിനാടി എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ കുടിച്ചതിനും ടാക്സി ഓടിച്ചതിനും വഴക്കുണ്ടാക്കിയതിനാണോ? ഇനി എന്നോട് മിണ്ടണ്ട, മതി, ഞാൻ പോവാ. അത്താഴം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു വെച്ച് കഴിക്കും. എടി, ഞാൻ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞല്ലേ ലക്ഷ്മി? നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ല, പിന്നെയാണോ എന്നെ സ്നേഹിക്കുന്നത്? നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യാതെയായി. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തീ തീറ്റിക്കുന്നത്? എന്തെങ്കിലും ഒരിക്കൽ സ്നേഹത്തോടെ ഒരു 4 വാക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? രാവിലെ ഇവിടെ എഴുന്നള്ളപ്പോ കളക്ടർ ഉദ്യോഗത്തിന് പോകുന്ന പോലെയല്ലേ പോന്നെ? നാണമില്ലേ നിങ്ങൾക്ക്? നിന്റെ അച്ഛനെ പോലെ ആവില്ലേടാന്ന് നിങ്ങളുടെ മോനോട് ഞാൻ എങ്ങനെ പറയും? ലക്ഷ്മി, നമുക്കിടയിൽ എന്തിനാ മോനെ പിടിച്ചിരുന്നത്? നിനക്ക് ഇവിടുന്ന് പോണം, അത്രയല്ലേ ഉണ്ടു. നീ ഇറങ്ങിപ്പോ. കെട്ടിയൊന്ന് വിട്ടിട്ട് സ്വന്തം വീട്ടിൽ പോയെന്നാ ഈ നാട്ടുകാരെന്ത് പറയുന്ന അറിയാം നിനക്ക്? നിങ്ങളെക്കാളും എത്രയോ ഭേദവാ. ഏയ് ലക്ഷ്മി, ലക്ഷ്മി, നന്ദി പോ.